ഹലോ ഫ്രണ്ട്സ്, മുടികൊഴിച്ചിൽ എന്നത് ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിലുണ്ടാവും. അതിൽ കുറച്ച് കാരണങ്ങളാണ് സ്ട്രെസ്സ്, ക്ലൈമറ്റിലുണ്ടാവുന്ന ചേഞ്ചസ്, സ്ലീപ്പിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, അതേപോലെ ഹോർമോണൽ ഇഷ്യൂസ്. അതുകൂടാതെ താരൻ എന്ന് പറയുന്നതും ഒരു വലിയൊരു വില്ലനാണ്. താരൻ കൊണ്ട് അമിതമായി ചൊറിച്ചിൽ, മുടികൊഴിച്ചിൽ എന്നിവ ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി ഉള്ളി ജ്യൂസ് കൊണ്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഉള്ളി ജ്യൂസിൽ ഉണ്ടാകുന്ന സൾഫർ കണ്ടന്റാണ് ഈ ഗുണം ഉണ്ടാക്കുന്നത്. സൾഫർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്കാൽപ്പ് ഹെൽത്തി ആകാനും അതേപോലെ മൈക്രോ സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കാനും വേണ്ടി ഇത് സഹായിക്കുന്നു. തലയോട്ടിയിൽ വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ്, ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ താരൻ മാറാൻ ഇത് സഹായിക്കുന്നു. സ്കാൽപ്പിൽ കുരുക്കൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരുവിധം തടയാൻ ഇത് ഉപകരിക്കും. മുടി നേർത്ത് പോകുന്നത് ഇത് തടയും. മുടിക്ക് സ്ട്രെങ്ത് നൽകുന്നത് പുറമേയുള്ള കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ആണ്. ആ കോട്ടിംഗ് പൊട്ടുന്നതാണ് മുടി പൊട്ടുന്നതിൻ്റെ കാരണം. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഉള്ളി നന്നായി ചതച്ച് അതിൻ്റെ ചാറ് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ വെള്ളം കൂടെ ആഡ് ആക്കിയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കുക. എന്നിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റിന് ശേഷം ഷാമ്പുവോ അല്ലെങ്കിൽ താളി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അതുമാത്രമല്ലാതെ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് എൻസൈം ഹെയറിനെ നന്നായിട്ട് നറിഷ് ചെയ്തിട്ട് ഹെയർ ഫോളിനെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു. ഓണിയൻ ജ്യൂസിൽ കോക്കനട്ട് ഓയിൽ മിക്സ് ആക്കിയിട്ട് മുടിയുടെ തുമ്പിൽ പുരട്ടുന്നതും നല്ലതാണ്. ഡയറക്റ്റായിട്ട് ഓണിയൻ ജ്യൂസ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻസ് സ്കാൽപ്പിൽ ഉണ്ടാക്കാനുള്ള കാരണമാവും. അതുകൊണ്ട് തന്നെ ഈ സൈഡ് എഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വല്പം കോക്കനട്ട് ഓയിൽ, ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അലോവേര ജെല്ലോ ഈ ഓണിയൻ ജ്യൂസിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ പുരട്ടാവുന്നതാണ്. ഉള്ളിനീര് സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞാൽ മുടി നരക്കും എന്നുള്ളത് ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ്. അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.